Hi dears, welcome back to our channel Anu Simply Beauty. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സെറ്റ് സാരി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ധാവണിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പലരുടെ കയ്യിലും സെറ്റ് സാരി ആയിരിക്കും ഉണ്ടാവുക, ധാവണി ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്ക് ധാവണി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സെറ്റ് സാരി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ധാവണിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷോ എൻ്റെ മൈക്ക് കേട് വന്നു ഗൈസ്, അതുകൊണ്ട് ഇപ്പം ഞാൻ മൈക്ക് ഇല്ലാതെയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. സൗണ്ടുകളും നിങ്ങൾ ചുറ്റുപാടുമായിട്ട് കേൾക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കരുത്. നമ്മുടെ വീഡിയോയിലേക്കും നമ്മൾ പറയുന്നതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം, എങ്കിലേ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഈ ചാനൽ തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ സ്കേർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുർത്തിയുടെ മേലെയായിട്ട് ഈ ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സാരി ആണെങ്കിലും ധാവണി ആണെങ്കിലും പാവടയും ബ്ലൗസ് ആണെങ്കിലും നിങ്ങൾ അടിപ്പാവട ഉടുക്കുമ്പം ഒരു സൈഡിലേക്ക്, അതായത് വലത്ത് ഭാഗത്തെ സൈഡിലേക്കായിട്ട് വേണം ഉടുത്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സാരി ഉടുക്കാനായിട്ട് ഉടുത്ത് കൊടുത്തിട്ടുണ്ട് സ്കേർട്ട്. അപ്പോൾ ഇതേ സാരി ഞാനിവിടെ ചെറിയൊരു കെട്ട് തെറ്റത്ത് കൊടുത്തിട്ട് ഉള്ളോട്ട് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഞൊറി എടുത്ത് തുടങ്ങാം കേട്ടോ. വലിയ വീതിയുള്ള ഞൊറിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ ഞൊറിയായിട്ട് എടുത്തിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക, ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്കൊരു 2-3 ഞൊറിയായിട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2-3 ഞൊറി എടുത്തിട്ടാണ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 8-9 ഞൊറിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വലിയ സാരിയാണ്, നല്ല വലുപ്പമുള്ള സാരിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഞൊറിയായിട്ട് കിട്ടും. പിന്നെ നിങ്ങളിത് പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഞൊറി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ, അതായത് സൈഡിൽ നിന്ന് 2 ഞൊറി കൂടെ ഇട്ടിട്ട് അവിടെ വെച്ച് നിർത്തണം. എന്നിട്ട് വേണം നമ്മൾ ധാവണി സ്റ്റൈലിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ ഭാഗത്തേക്ക് എടുക്കാനായിട്ട്. എത്രയാണോ നമുക്ക് മുന്താണിയുടെ ലെങ്ത്ത് വേണ്ടത്, എത്രയാണോ നമുക്ക് നീളം വേണ്ടത്, അത്രയും നിങ്ങൾ എടുത്തതിന് ശേഷം വേണം നമ്മൾ വയറിൻ്റെ ഭാഗത്തേക്കായിട്ട് ഷോള്, നമ്മൾ ധാവണിക്ക് ഷോളൊക്കെ കുത്തി കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ വയറിൻ്റെ ഭാഗത്തേക്ക് ബാക്കിയുള്ള ആ ഒരു ഭാഗം കുത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. നമ്മൾ ബാക്കിൽ പകുതി വരെ ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുന്താണി നോക്കാം കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കായിട്ടാണ് ഇങ്ങനെ ഞൊറി എടുക്കാറുള്ളത് മുന്താണിക്ക് കേട്ടോ. എനിക്കിതാണ് എളുപ്പം, എനിക്ക് ശരിയാവേ ഇങ്ങനെയാണ്. ഞാൻ അധികവും ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. പെട്ടെന്നൊക്കെ പോകണമെന്ന് തോന്നുവാണെങ്കിൽ അയൺ ചെയ്തൊന്നും വെച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ. പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ഫസ്റ്റ് ഭാഗം ഒന്ന് കുത്തി വെക്കും, പിന്നെ നമ്മൾ താഴോട്ടേക്കുള്ളത് ഇതേപോലെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം അത് ആ ലെങ്ത്തിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്രയും ലെങ്ത്ത് മതി. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് പിന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ധാവണി ഉടുക്കൽ ഇവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിവിടെ പിന്നാണ് കുത്തി കൊടുത്തേക്കുന്നത്. അങ്ങനെയല്ല ടക്കിൻ ചെയ്ത് വെക്കേണ്ടവർക്ക്, അതായത് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ,
അപ്പം നമ്മുടെ സെറ്റ് സാരി യൂസ് ചെയ്തിട്ടുള്ള ധാവണി ഉടുക്കൽ എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് സാരി കൊണ്ട് ധാവണി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ധാവണി ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഇങ്ങനെ സെറ്റ് സാരി യൂസ് ചെയ്ത് നമുക്ക് ധാവണി രൂപത്തിൽ ഉടുക്കാനായിട്ട് പറ്റും. ആരും അറിയ പോലും ഇല്ല കേട്ടോ നമ്മൾ സാരിയാണ് ഇങ്ങനെ ധാവണിയായിട്ട് ഉടുത്തേക്കുന്നതെന്ന്. അപ്പോൾ ദേ ധാവണിയാണെന്നേ തോന്നത്തുള്ളൂ. ഞാനിവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്, അതുപോലെ ഇവിടെയും അതുപോലെ പിന്ന് കുത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ടക്കിങ് ചെയ്യുന്നില്ല, ഇവിടെ പിന്ന് കുത്തിയേക്കുവാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സാരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ധാവണി സ്റ്റൈലിൽ ഉടുത്ത് പോകാനായിട്ട് പറ്റും. ധാവണി ഇല്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. ഓക്കെ, നല്ലൊരു സെറ്റ് സാരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ധാവണിയായിട്ട് ഉടുത്ത് പോകാൻ പറ്റും. പിന്നെ ഞാനിത് ഈ ഒരു ഡ്രസ്സിൻ്റെ മേലെയാണ് കേട്ടോ ട്രൈ ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം നല്ലൊരു ബ്ലൗസൊക്കെ ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.